തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞ നടന്നത്. ഏറ്റവും മുതിർന്ന അംഗത്തെ വരണാധികാരി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. തുടർന്ന് ആ അംഗത്തിന് മുൻപാകെ മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞ നടന്നത്. കോർപ്പറേഷനുകളിൽ രാവിലെ 11:30-നാണ് സത്യപ്രതിജ്ഞ നടന്നത്. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കളക്ടർമാർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മറ്റിടങ്ങളിൽ അതത് വരണാധികാരികൾക്കായിരുന്നു ചുമതല. ആദ്യ ഭരണസമിതി യോഗവും തുടർന്ന് നടന്നു. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ശനിയാഴ്ച അവസാനിച്ചിരുന്നു. ഇതിനാലാണ് അവധി ദിനമായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി PM ബാലകൃഷ്ണൻ മുതിർന്ന അംഗം E കേശവൻകുട്ടിക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് E കേശവൻകുട്ടി മറ്റ് മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ഭരണാധികാരി മാള AEO സുരേഷ് KK മുതിർന്ന അംഗം VB ജയരാജിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ട് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ജയരാജ് മറ്റ് മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വെള്ളാങ്ങല്ലൂരിൽ വരണാധികാരിയായ എംപ്ലോയ്മെന്റ് ഓഫീസർ KS സനോജ് മുതിർന്ന അംഗം ഷംസു വെളുത്തേരിക്ക് സത്യവാചകം ചൊല്ലി നൽകി. തുടർന്ന് ഓരോ അംഗങ്ങളും ഷംസു വെളുത്തേരിക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. മീഡിയ ടൈം, മാള.